അശ്വതി അത് പറഞ്ഞ പോലത്തെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് വർഷം ആകാൻ പോകുന്നു. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ലല്ലേ? അമ്മ ഭയങ്കര അമ്മ വഴിയാണ് ശരിക്കും ആലോചന വന്ന് കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ്? അതായത് കല്യാണത്തിന് മുമ്പുള്ള ഒരു അശ്വതി ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടുള്ള അശ്വതി എങ്ങനെയുണ്ട്, പിന്നെ കുഞ്ഞ് വന്നതിന് ശേഷമുള്ള അശ്വതി എങ്ങനെയുണ്ട്? അത് ഞാനല്ലേ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റം തോന്നുന്നില്ല. ആണോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമേ ഒന്നും കല്യാണം കഴിച്ചു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഞങ്ങൾ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടും എടാ പോടാന്നുള്ള വിളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അമ്മമാരാണ് പറഞ്ഞത് അങ്ങനെയൊന്നും വിളിക്കരുത്, അങ്ങനെയല്ല, ഇനി ചേട്ടാന്നൊക്കെ വിളിച്ചത്. ഞങ്ങളൊന്നും വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല, 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എടാ പോടാ അങ്ങനെ വിളിച്ചത്. ഞാൻ ഈ ഡോറാന്ന് വിളിക്കുന്ന തന്നെ ആ കൂട്ടുകാരായിരുന്ന സമയത്ത് വിളിച്ചത് എന്നെ അവള് ബുജ്ജിന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വിളി. പക്ഷെ അമ്മമാര് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അതൊക്കെ മാറി. പിന്നെ അതുപോലെ തന്നെ ആദ്യം കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ റിയലിസ്റ്റിക്കിലേക്ക് കുഞ്ഞായപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞായി എന്നുള്ളത്. അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ എന്റെ വയറ്റിൽ നിന്ന് അങ്ങനത്തെ അമ്മച്ചി കോക്കണേ കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല. ഇപ്പം പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പം മനസ്സിലായി തുടങ്ങി ജീവിതം ഇങ്ങനെയാണ്, ഈ രീതിയിലാണ്. അതായത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ആയി എന്നുള്ളതൊക്കെ തോന്നി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പ്രണയിക്കുമ്പോ നമ്മൾ ഇതൊക്കെ സ്വപ്നം കണ്ടെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമായി ലൈഫിലേക്ക് പ്രണയിച്ചിട്ടില്ല ഞങ്ങൾ. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞങ്ങള് ഒരു കുടുംബമായിട്ട് ജീവിക്കേണ്ട എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ, അതായത് ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ സമയത്ത് ഇവിടെ വീട്ടിലായിരുന്നു എന്നിരുന്നത്. ഞാൻ എന്റെ വീട്ടിലും 7 മാസം കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ട് വരുന്നത്. അത് കല്യാണമായിട്ട് നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആണല്ലോ, അപ്പൊ പള്ളിയിൽ വെച്ച് കെട്ടി നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റിയില്ല അത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിർത്തിയിരുന്ന് കല്യാണം നടത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഞങ്ങളുടെ ഇടവ പോയിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം പഠിച്ച് എനിക്ക് അവിടുത്തെ അച്ഛൻ ലെറ്റർ ഒക്കെ തന്നായിരുന്നു. എനിക്ക് പക്ഷെ പണ്ട് തൊട്ടേ ക്രിസ്ത്യൻ മതത്തിനോട് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് അസുഖം വന്ന സമയത്തൊക്കെ കൂടുതലും ധ്യാനവും പള്ളിയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫാമിലിയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ വീട്ടുകാരായാലും ഇങ്ങനെ മതം മാറിപ്പോകുന്ന എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അമ്മയൊക്കെ തന്നെയാണ് പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് സംസാരിച്ച് അവിടെ നിന്ന് ലെറ്റർ ഒക്കെ തന്നു. പിന്നെ ഇവരുടെ ഇടക വന്ന് അത് ലെറ്റർ കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെയാണ് നടത്തേണ്ടത്. ഇവിടെ പിന്നെ തൊടുപുഴന്ന് കൊല്ലത്തേക്ക് വന്നു. ഓക്കെ. അതിനുശേഷം കല്യാണമായിട്ട് നടത്തിയിട്ടില്ല ഇതുവരെ. മോന്റെ മാമോദീസ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ചടങ്ങായിട്ട് നടത്തി. ഇവളുടെയും ഞങ്ങളുടെ കല്യാണം കല്യാണം നടത്തി 2പേരുടെ മാമോദീസയും കൂടി മുക്കണം എന്നുള്ള രീതിയിൽ. നീ മിടുക്കനാണല്ലോടാ, നീ വന്നിട്ട് വേണം ഒരു വടിക്ക് 2 വർഷം കല്യാണം കഴിക്കണം, മാമോദീസ കുഞ്ഞിന് മാമോദീസ എടുത്തിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പൊ